നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. അബുദാബിയിലുണ്ടായ വാഹന അപകടത്തിൽ മലയാളി കുടുംബത്തിലെ 3 പേരടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. കൊണ്ടോട്ടി പുളിയക്കോട് സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ 3 മക്കളടക്കം 4 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാരി ബുഷ്രയും മരിച്ചു. അബ്ദുൾ ലത്തീഫിനും ഭാര്യ റുക്സാനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാവിലെ അബുദാബി ദുബായ് റോഡിൽ ഷഹാമയ്ക്കടുത്താണ് അപകടം. ഒമാൻ തീരത്ത് നേരിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു. അറബിക്കടലിൽ പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ 3:03 2.6 തീവ്രതയുള്ള ചെറിയ ഭൂചലനം രേഖപ്പെടുത്തിയത്. പ്രഭവ കേന്ദ്രം മസീറ ദ്വീപിന് 97 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിരുന്നുവെന്നും കേന്ദ്രം അറിയിച്ചു. 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിയാദ് കോഴിക്കോട് റൂട്ടിൽ സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഈ വർഷം ഫെബ്രുവരി 1 മുതലാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ഇതിനായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് വിമാന കമ്പനിയുടെ വെബ്സൈറ്റിലും ട്രാവൽ ഏജൻസികളിലും ഇതിനകം സജീവമായി കഴിഞ്ഞു. കരിപ്പൂരിലെ റൺവേ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ റിയാദ് റൂട്ടിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന വലിയ വിമാനങ്ങൾക്ക് പകരം പുത്തൻ സാങ്കേതിക വിദ്യയിലുള്ള എയർബസ് A320 ശ്രേണിയിലുള്ള വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഭരണം ഏറ്റെടുത്തതിന്റെ 20ാം വാർഷികത്തിൽ അഭിനന്ദനങ്ങളുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ UAE കൈവരിച്ച ഐതിഹാസികമായ വികസനത്തിന് ഷെയ്ഖ് മുഹമ്മദിന്റെ നേതൃത്വം വലിയ പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2006 ജനുവരി 4 ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഭരണാധികാരിയായി ചുമതലയേറ്റത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ കവർന്ന കേസിൽ ദുബായിൽ യുവതിക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞവരെ നാടുകടത്താനും ഉത്തരവിട്ടു. ഡിജിറ്റൽ കറൻസി കൈമാറാൻ എന്ന വ്യാജേന ഇരയെ സമീപിച്ച യുവതി പണം കൈമാറുന്നതിനിടെ അതീവ തന്ത്രപരമായി ക്രിപ്റ്റോ വാലറ്റുകൾ തമ്മിൽ മാറ്റുകയായിരുന്നു. ഏകദേശം 1,10,000 ദിർഹത്തിലധികം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ് യുവതി തട്ടിയെടുത്തത്. ഇടപാടിൽ സംശയം തോന്നിയ ഇര ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുവതിയെ പിടികൂടുകയായിരുന്നു. അലൈനിലെ ജബൽ ഹഫീദ് പർവ്വതനിരകളിൽ സന്ദർശകർക്കായി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായ പർവ്വത പ്രദേശങ്ങളിൽ ബാർബിക്യൂ ചെയ്യുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും അധികൃതർ കർശന നിരോധനം ഏർപ്പെടുത്തി. പർവ്വതനിരകളുടെ സ്വാഭാവിക ഭംഗി നിലനിർത്തുന്നതിനും കരിയും ചാരവും കലർന്ന പ്രദേശം മലിനമാകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഈ നടപടി. പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ അധികൃതർ ലക്ഷ്യമിടുന്നു. കുവൈറ്റിൽ ശക്തമായ കാറ്റിനും അന്തരീക്ഷത്തിൽ കാഴ്ചപരിധി കുറയാനും സാധ്യതയുള്ളതായി കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പൊടിക്കാറ്റ് കാരണം പലയിടങ്ങളിൽ കാഴ്ചപരിധി കുറയാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കേടായ മാംസം സംഭരിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ ഒരു പ്രവാസി അറസ്റ്റ്. കേടായ മാംസം സൂക്ഷിച്ച് വിതരണം നടത്തിയ വെയർഹൌസ് പരിശോധനയിൽ കണ്ടെത്തി അടച്ചുപൂട്ടി. സിറിയൻ പൗരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് പിടികൂടിയത്. കേടായ മാംസം വിൽക്കുന്നതായി സോഷ്യൽ മീഡിയ വഴി കുവൈറ്റ് പൗരൻ റിപ്പോർട്ട് ചെയ്തതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.